തീർച്ചയായും മെഡിക്കൽ ബുള്ളറ്റിൻ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആശാവഹമായ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തലയുടെയും നട്ടലിൻ്റെയും പരിക്കിൻ്റെ കാര്യത്തിൽ ആശാവഹമായ പുരോഗതി ഉണ്ട് എന്ന് തന്നെ മെഡിക്കൽ ബുള്ളറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ ഡോക്ടർമാരും അക്കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ തലച്ചോറിൻ്റെ ആരോഗ്യവും ബോധാവസ്ഥയും അളക്കുന്നതിൻ്റെ ഭാഗമായി സെഡക്ഷൻ്റെ അളവ് ഇന്ന് രാവിലെയാണ് കുറച്ചത്. അതിനുശേഷമാണ് മകൻ ഇതുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിനെ കാണുന്നത്. ആ സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ചെയ്തിട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ പറയുന്നു. അതോടൊപ്പം ഡോക്ടർമാർ പറയുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ അല്ല ഉമാ തോമസിന്റെ കാര്യങ്ങൾ, പക്ഷേ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വരും. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി 24 മണിക്കൂറിന് ശേഷം മാത്രമേ നമുക്ക് പൂർണ്ണമായ രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഡോക്ടർമാർ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ അല്ല എന്നുള്ള കാര്യം ഏറ്റവും ഒടുവിൽ സംസാരിക്കുമ്പോൾ ഡോക്ടർ വ്യക്തമാക്കുന്നു. പക്ഷേ ഗുരുതരാവസ്ഥ തുടരുകയാണ്. അത് പൂർണ്ണമായി മാറാൻ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഡോക്ടർമാർ പറയുന്നു. എന്തായാലും തീവ്രപരിചരണ വിഭാഗത്തിനടുത്ത് മക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൈകാലുകൾ ചലിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ചലിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലത്തേ കൈ ചലിപ്പിക്കാൻ പറഞ്ഞപ്പോൾ വലത്തേ കൈയും ഇടത്തേ കൈ ചലിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഇടത്തേ കൈയും ചലിപ്പിക്കുന്നതിലേക്ക് അത്രത്തോളം പുരോഗതി ഉണ്ട്. കാരണം അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. അത് കാര്യക്ഷമമാണ്. അത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കയ്യിൽ മുറുകെ പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുകെ പിടിച്ചുവെന്ന് മകൻ വിഷ്ണു അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. അമ്മയെ എന്ന് വിളിച്ചപ്പോൾ കണ്ണുകൾ അനക്കിയാണ് കണ്ണുകൾ തുറന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആശാവഹമായ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ എടുത്ത് പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്വാസകോശവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ ഒരു സമയത്തടക്കം ശ്വാസകോശത്തിൻ്റെ മുറിവിലടക്കം കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ സംഗതിയായി ഇവർ പറയുന്നു. രാവിലെ എക്സ്റേയിലാണ് ചെറിയ ഇന്നലത്തെ അത്രയും മുറിവിൽ കാര്യത്തിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഡോക്ടർമാർ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ശ്വാസകോശത്തിന്റെ അവസ്ഥ സാരമായി തന്നെ തുടരുകയാണ്. പക്ഷേ ചെറിയൊരു നേരിയ പുരോഗതി രാവിലത്തെ എക്സ്റേയിൽ അവരിലും ആശങ്ക നിൽക്കുന്ന ഒരു കാര്യം ഈ ശ്വാസകോശത്തിനുള്ളിലെ ചതവും ഒപ്പം ഈ വാരിയെല്ലുകളിലെ പൊട്ടലുമാണെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായും ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഡോക്ടർമാർ പറയുന്നത്. ആ ഒരു പ്രശ്നം കൂടുതൽ പരിശോധനകൾ വിധേയമാകേണ്ടതുണ്ട്. പക്ഷേ അതിൽ നേരിയ ഒരു എക്സ്റേ രാവിലെ നടത്തിയ എക്സ്റേയിലടക്കം നേരിയ ഒരു കുറവ് വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് വലിയ രീതിയിലുള്ള കുറവെന്ന് പറയാം. പക്ഷേ നേരിയൊരു കുറവ് വരുന്നുണ്ട്. അത് വളരെ ആശ്വാസകരമായ സംഗതിയാണ്. കാരണം അത് കുറയുകയും അത് ഭേദപ്പെടുകയും ചെയ്യുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ നട്ടലിൻ്റെ പരിക്കിൻ്റെ കാര്യത്തിൽ തലയുടെയും പരിക്കിൻ്റെ കാര്യത്തിൽ ആശാവഹമായ പുരോഗതി എന്ന് തന്നെ ഡോക്ടർമാർ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്കാണ് ഇനി കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് എന്നുള്ള കാര്യം പറയുന്നു. നല്ല രീതിയിൽ ശ്വാസമെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചികിത്സയാണ് വേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനമായി മോണിറ്റർ ചെയ്തത് എന്നുള്ള കാര്യവും ഏറ്റവും ഒടുവിൽ അതും ആ വിഭാഗവുമായി ബന്ധപ്പെട്ട ചികിത്സ നടത്തുന്ന ഡോക്ടറും എടുത്ത് പറയുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ 2 ദിവസം ഉള്ള അത്രയും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മക്കളെ തിരിച്ചറിഞ്ഞ റെസ്പോൺസ് വളരെ പോസിറ്റീവ് കാര്യമായി പറയുന്നു. കാരണം വലത്തെ കൈ അനക്കാൻ പറഞ്ഞപ്പോൾ ഇടത്തെ കൈ അനക്കാൻ പറഞ്ഞപ്പോൾ അതുപോലും തിരിച്ചറിയുന്ന തരത്തിലേക്ക് അങ്ങോട്ട് തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ എത്തുകയും അതനുസരിച്ച് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡോക്ടർമാരെ സംബന്ധിച്ചോളം വളരെ ആശ്വാസകരവും ആശാവഹവുമാണ്. അതുകൊണ്ട് തുടർ ചികിത്സയ്ക്ക് അടക്കം അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കൂടുതൽ നടക്കാൻ കഴിയും. കാരണം ഇപ്പോൾ വീണ്ടും മയങ്ങാനുള്ള മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു ചികിത്സയുടെ ഭാഗമായാണ് കഴിഞ്ഞ 2 ദിവസം കൊടുത്ത മയങ്ങാനുള്ള മരുന്നിൻ്റെ അളവിൽ ഒരു കുറവ് വരുത്തിയത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ മക്കളോടൊന്ന് കാണാൻ പറയുകയായിരുന്നു. ആ സമയത്താണ് വളരെ പോസിറ്റീവായുള്ളൊരു പ്രതികരണവും വളരെ ആശ്വാസകരമാകുന്ന ഒരു പ്രതികരണവും ഉമാ തോമസിന്റെ വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസവും ഈ പൂർണ്ണമായും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് കണ്ണു തുറക്കുന്നു, കൈകാലുകൾ ചലിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് വെളിവാക്കുന്നത്. മാത്രമല്ല ഡോക്ടർമാരുടെ വാക്കുകളിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആസിഫ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി
ദുരൂഹതകൾ നിൽക്കുന്നുണ്ട്, നിരവധി ക്രമക്കേടുകൾ നിൽക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് പിന്നിൽ തന്നെ വലിയൊരു തട്ടിപ്പും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം താരങ്ങളുടെ മൊഴിയെടുക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കമാണ്. ദിവ്യ ഉണ്ണിയെയും സിജോയ് വർഗീസിനെയും നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴാകും ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക? ദിവ്യ ഉണ്ണിക്കും സിജോയ് വർഗീസിനും ഒക്കെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനുള്ളൊരു നീക്കം ഇത്രത്തോളം വേഗത്തിൽ നടക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന്. ഒപ്പം തന്നെ പിടിയിലായിട്ടുള്ളവരുണ്ട്, അവരുടെ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? തീർച്ചയായും പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തേണ്ട മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യാനും തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. സിജോയ് വർഗീസിനെയും ദിവ്യ ഉണ്ണിക്കും നോട്ടീസ് നൽകി തന്നെ വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ആ മൊഴിയെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രധാനമായും ഇതിൻ്റെ തട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് വരും. ഇപ്പോൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും അല്പസമയത്തിനകം തന്നെ വരും. അതോടൊപ്പം എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം അത് കാര്യമായി നടക്കുന്നുണ്ട്. അന്വേഷണത്തിന് വിവിധ തലങ്ങളുണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സജ്ജീകരണങ്ങൾ, ആ സജ്ജീകരണങ്ങൾ നടത്തുന്നതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓരോ ഘട്ടത്തിലുള്ള അന്വേഷണത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംയുക്ത പരിശോധനാ ഫലം പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിവിധ വിഭാഗങ്ങളുടെയും അടക്കമുള്ള പരിശോധനയിലാണ്, സംയുക്ത പരിശോധനയിലടക്കം വലിയ ഗുരുതരമായ വീഴ്ച ഈ താൽക്കാലികമായ സ്റ്റേജ് നിർമ്മാണത്തിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. GCD അടക്കം അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനുമതിയില്ലാതെയാണ് നടത്തിയത്. അത് തുടർ പരിശോധനകളിലും അത് ആ വിലയിരുത്തലുകൾ കൃത്യമായി ശരിയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതോടൊപ്പം ഇവരെ ചോദ്യം ചെയ്യുന്ന നടപടികൾ മാത്രമല്ല, ഇവരെ പലർക്ക് അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് ജാമ്യം ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ തുടർ ചോദ്യം ചെയ്യലുകളടക്കം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പമാണ് ദിവ്യ ഉണ്ണിയുടെയും സിജോയ് വർഗീസിനെയും മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമെന്നുള്ള കാര്യവും അന്വേഷണ സംഘം പറയുന്നുണ്ട്. കാരണം ചെറിയ ഒരു പിരിവല്ല നടത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രം ഏകദേശം 4 കോടിക്ക് മുകളിൽ രൂപ പിരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. 3500 രൂപ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന്, ഒരു പങ്കെടുക്കുന്ന ഒരാളിൽ നിന്ന് പിരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. അതിന് കൃത്യമായ റെസിപ്റ്റോ കാര്യങ്ങളോ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നടന്നത് വലിയ തട്ടിപ്പ് തന്നെയാണ്. സംഘാടകരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നുമൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും. ഈ മൃദംഗ വിഷന്റെ ഈ ഉദ്ദേശം എന്തായിരുന്നു? ഈ സ്ഥാപനം ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു റെസിപ്റ്റ് പോലും നൽകാതെ ഇത്രയും വലിയൊരു പണപ്പിരിവ് നടത്തി ഈ സർക്കാരിനെ പോലും വെട്ടിലാക്കുന്ന തരത്തിലേക്ക് ഒരു സർക്കാർ പരിപാടിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടത്തിയ ഒരു വലിയ പരിപാടിയായിരുന്നു മൃദംഗ വിഷൻ സംഘടിപ്പിച്ച പരിപാടി. അപ്പോൾ ഇതിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ അനുസരിച്ച് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നതിന് പ്രതീക്ഷിക്കാം. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളത് ആശ്വാസകരമായ കാര്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ആസിഫ് മുഹമ്മദ് കൊച്ചിയിൽ നിന്ന്.